മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിപട്ടിക തയ്യാറാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കൂടുതൽ അന്വേഷണത്തിലേക്കെന്ന സൂചന. വീണ പ്രതിപട്ടികയിലെത്തിയാൽ അറസ്റ്റിനും സാധ്യത കൂടും. കരിമണൽ ഖനന രംഗത്തുള്ള സ്വകാര്യ കമ്പനി 1-ാം പ്രതിയും കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ 2-ാം പ്രതിയും കമ്പനി സീനിയർ മാനേജർ 3-ാം പ്രതിയും സീനിയർ ഓഫീസർ 4-ാം പ്രതിയും എക്സാലോജിക് സൊല്യൂഷൻസ് 5-ാം പ്രതിയും വീണ വിജയൻ 6-ാം പ്രതിയുമാകുമെന്നാണ് സൂചനകൾ. ഇതിൽ ആദ്യ 4 പ്രതികളുടെ ചോദ്യം ചെയ്യൽ നടന്നു. ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. ആദ്യ 4 പ്രതികൾ CMRL കമ്പനിയുമായി ബന്ധപ്പെട്ടവരായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ പ്രോസിക്യൂഷൻ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എക്സാലോജിക്കും കരിമണൽ ഖനന കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിലാണ് അന്വേഷണം നടക്കുന്നത്. PC ജോർജിന്റെ മകൻ ഷോൺ ജോർജിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടികളെന്ന് ആരോപണം ഉയർന്നിരുന്നു. ഇതിലെ നിയമവിരുദ്ധത ചർച്ചയാക്കാൻ CMRLും ശ്രമിച്ചു. ഇതിനിടയിലാണ് ഇക്കാര്യത്തിൽ ED വ്യക്തത വരുത്തുന്നത്. എക്സാലോജിക്കിന് കൈമാറിയിട്ടുള്ള തുകകൾ സംബന്ധിച്ച് തൃപ്തികരമായ വിശദീകരണം ലഭിക്കാത്തതിനാൽ കള്ളപ്പണ ഇടപാടായിട്ടാണ് മാസപ്പടിയെ കാണുന്നത്. സംസ്ഥാന വ്യവസായ വികസന വകുപ്പ് ഉദ്യോഗസ്ഥർ, രജിസ്ട്രാർ ഓഫ് കമ്പനി ഉദ്യോഗസ്ഥർ എന്നിവരെയും ED മൊഴിയെടുക്കാൻ വിളിച്ചു വരുത്തും. അതേസമയം പ്രതികളാകാൻ സാധ്യതയുള്ളവർ അറസ്റ്റ് ഒഴിവാക്കാൻ നീക്കം തുടങ്ങി. സേവനത്തിന്റെ പേരിൽ 1,72 ലക്ഷം രൂപ നൽകിയത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ല എന്നാണ് ഇവർക്ക് ലഭിച്ച നിയമോപദേശം. PML ആക്ടിലെ ഷെഡ്യൂൾ കുറ്റകൃത്യങ്ങളിൽ ഇത് വരുന്നില്ല. കുറ്റകൃത്യത്തിൽ നിന്ന് കക്ഷികൾ എന്തെങ്കിലും സമ്പാദിച്ചതായി തെളിഞ്ഞാലേ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരികയുള്ളൂ. ഈ കേസിൽ അതില്ല. 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ PML ആക്ടിലെ ഷെഡ്യൂൾ പ്രകാരമുള്ള ക്രിമിനൽ കുറ്റം കണ്ടെത്തിയിട്ടില്ല എന്ന നിയമോപദേശം CMRLനടക്കം കിട്ടിയിട്ടുമുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ കൂടുതൽ പേരെ വരും ദിവസങ്ങളിൽ ED ചോദ്യം ചെയ്തേക്കും. നിലവിൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പേരെ വിളിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഹർജി പരിഗണിച്ചപ്പോൾ ചോദ്യം ചെയ്യൽ പൂർണ്ണമായും നിർത്തിവെക്കാൻ കോടതി പറഞ്ഞിട്ടില്ല എന്നാണ് EDയുടെ വാദം. EDക്കെതിരെ ശശിധരൻ കർത്തയും 3 ജീവനക്കാരും നൽകിയ ഹർജി ഹൈക്കോടതി അവധിക്കാലത്തിന് ശേഷമേ പരിഗണിക്കുകയുള്ളൂ. കോടതി ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകാൻ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് ഹർജി മാറ്റിവെച്ചത്. CMRL വിവിധ വ്യക്തികളും കമ്പനികളുമായി 135 കോടിയുടെ ഇടപാട് നടത്തിയിട്ടുണ്ട് എന്നാണ് EDയുടെ കണ്ടെത്തൽ. അതേസമയം മാസപ്പടി ഇടപാടിൽ ക്രിമിനൽ കുറ്റം നടന്നിട്ടുണ്ടോ എന്നാണ് ED ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നത്. കരിമണൽ കമ്പനിയിലെ കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നുണ്ട്. ക്രൈം നടന്നിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ വൈകാതെ തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ED കടക്കും. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ പ്രോസിക്യൂഷൻ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എക്സാലോജിക്കിന് കൈമാറിയിട്ടുള്ള തുകകൾ സംബന്ധിച്ച് തൃപ്തികരമായ വിശദീകരണം ലഭിക്കാത്തതിനാൽ കള്ളപ്പണ ഇടപാടായിട്ടാണ് ED കണക്കിലെടുക്കുന്നത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് വീണ ഉൾപ്പെടെയുള്ളവർക്ക് അന്വേഷണ സംഘം നോട്ടീസ് നൽകാൻ ഒരുങ്ങുകയാണ്. നോട്ടീസ് നൽകി ചോദ്യം ചെയ്യൽ വൈകുമെന്നതിനാൽ വീണയെ വീട്ടിലെത്തി ചോദ്യം ചെയ്യുന്നതും ED ആലോചിക്കുന്നു. ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി ഹാജരാകാൻ കഴിയില്ലെന്ന് കോടതിയെ അറിയിച്ചുവെങ്കിലും സ്വകാര്യ കമ്പനി മാനേജിംഗ് ഡയറക്ടറെ ED സംഘം വീട്ടിലെത്തി ചോദ്യം ചെയ്യുകയായിരുന്നു. സംസ്ഥാന വ്യവസായ വികസന വകുപ്പ് ഉദ്യോഗസ്ഥർ, രജിസ്ട്രാർ ഓഫ് കമ്പനി ഉദ്യോഗസ്ഥർ എന്നിവരെയും ED മൊഴിയെടുക്കാൻ വിളിച്ചു വരുത്തും.